എടാ അജയൻ ഇതുവരെ വന്നില്ലേ? വരും ചേട്ടാ. എവിടെ നോക്കിയാടാ പത്രം എടുക്കുന്നേ? എടാ നിന്റെയൊക്കെ തോന്നിയ മാസത്തിന് നാട്ടുകാരുടെ തെറിയാൻ കേൾക്കണോ? പോകുന്ന വഴി ആരെങ്കിലും കാശ് തരികയാണെ മേടിച്ചോണം കേട്ടോ. എടാ നിന്റെ കൂട്ടുകാരനെ കാണുകയാണെ പറഞ്ഞാൽ ഇനി പോരണ്ടാന്ന് കേട്ടോ. നന്ദിയില്ലാത്ത പിശാചുക്കള് ഒരുത്തനും ഗുണം പിടിക്കത്തില്ലടാ. നീ എന്താ താമസിച്ചേ? താമസിച്ചു. നിന്റെ അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? രാത്രിയിൽ കൂടുതലായിരുന്നു, അതാ താമസിച്ചേ. സേവരേട്ടൻ നല്ല ചൂടിലായിരുന്നു. നിന്റെ പത്രം ഞാൻ കെട്ടിവെച്ചിട്ടുണ്ട്. സേവരേട്ടൻ പോയോ? ഞാൻ പോരുമ്പോ പോയിട്ടില്ല. പിന്നെ ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, ചിലപ്പം പള്ളി പോയി കാണും. നീ വേഗം ചെല്ല്. ഹലോ, പത്രം വണ്ടി വരാൻ വയ്യതാ സാറേ. ഇപ്പൊ വരും. ആ പയ്യൻ അങ്ങോട്ട് പോന്നിട്ടുണ്ട്. നീ വന്നേ. ഇങ്ങോട്ട് വാടാ. എവിടെ പോയി കിടക്കുകയായിരുന്നടാ? അമ്മയ്ക്ക് രാത്രി അസുഖം കൂടുതലായി, അതുകൊണ്ടാ. ശവമേ, നീ കാരണം നല്ലൊരു വെള്ളിയാഴ്ചയായിട്ട് ഞാൻ എത്ര പേരുടെ തെറികേട്ടെന്ന് അറിയാമോടാ? നാളെ മുതൽ നീ ഇങ്ങോട്ട് പോരണ്ട. അവന്റെ ഒരമ്മ ഒരുത്തം കേട്ടവൻ. ഇവനെയൊക്കെ ബാക്കിയുള്ളവർക്ക് ജോലിയുണ്ട്. നേരവും പോയി. ടീച്ചർ, അതെ അജയൻ വന്നോ? അജയ വന്ന് നിന്നേ. അജയ, വനിത വന്നോ? ഇല്ല, വന്നില്ല. ശേ, അജയൻ ഇന്ന് വൈകിയോ? കുറച്ചു വൈകി. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? രാത്രിയിൽ കൂടുതലായിരുന്നു. നാശം, ഇവിടെ റേഞ്ചും ഇല്ല. ഇതെന്താടാ, അന്തിപത്രമാണോ? സാറേ, കഴിഞ്ഞ മാസത്തെ പൈസ തോന്നുന്ന സമയത്ത് പത്രം തരുന്നതാണോടാ പൈസ? ഞാൻ ആ സേവറിനെ ഒന്ന് കാണട്ടെ. എന്താടാ ബിജു? അമ്മയ്ക്ക് അസുഖം കൂടുതലാ. വീട്ടിലോട്ട് വരുമോ? നീ പെട്ടെന്ന് വീട്ടിലോട്ട് ഇല്ല, ഞാനിപ്പോ വരാം. ഗുഡ് മോർണിംഗ് സർ. നാളെ മുതൽ പത്രം കൊണ്ട് ഈ മുറ്റത്ത് കയറി പോകരുത്. നിന്റെ സൗകര്യത്തിന് പത്രം തരാനല്ല ഞാൻ കാശ് മുടക്കുന്നത്.
ഹലോ. എന്താണ് രാവിലെ? ശോഭയ്ക്ക് അസുഖം കൂടുതലാണ്. മരിക്കാൻ കിടക്കുമ്പോഴെങ്കിലും നിങ്ങളെ പിണക്കമൊക്കെ മറന്ന് വീട്ടിലൊന്ന് വരണം. ആ പാവമ്പിള്ളേർക്ക് സ്വന്തം എന്ന് പറയാൻ നിങ്ങളല്ലാതെ പിന്നെ ആരോ ഉള്ളൂ. അത് പിന്നെ അണ്ണൻ അറിയാവല്ലോ. പഴയൊന്നും പറഞ്ഞ് ഇനി സമയം കളയാനില്ല. താനിങ്ങ് വേഗം വരണം. നിന്റെ അമ്മയ്ക്കെങ്ങനെ ഉണ്ട്? രാത്രിയിൽ ഭയങ്കര കൂടുതലായിരുന്നു. ആശുപത്രിയിൽ കൊണ്ടുപോയില്ലേ? കഴിഞ്ഞ ദിവസം കൊണ്ടുപോയതാ. നിക്കേ. ഈ രൂപ നീ വെച്ചോ. നീ വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. അജയം വരുന്നവരെ കാത്തു നിൽക്കണ്ട. ഞാൻ പോയി ഡോക്ടറെ കൊണ്ടുവരാം. അങ്ങേര് വരുമോ? ഡോക്ടറുമായിട്ട് എനിക്ക് നല്ല അടുപ്പമുണ്ട്. ആശുപത്രി പോകുന്നതിന് മുമ്പാണെങ്കിൽ അങ്ങേര് വരും. അജയ. വിനു. എടാ, നീ ഇപ്പൊ സ്കൂളിൽ പോകുന്നില്ലേ? ഇല്ല, അമ്മയ്ക്ക് അസുഖം കൂടുതലാ. നിന്റെ പുതിയ സ്കൂൾ എങ്ങനെയുണ്ട്? നമ്മുടെ പഴയ സ്കൂള് തന്നെയായിരുന്നു നല്ലത്. നീയും നമ്മുടെ പഴയ കൂട്ടുകാരും മാഷും ഓർക്കുമ്പോ തന്നെ കൊതിയാവുന്നു. എടാ, നീ പോയിട്ട് വീട്ടിൽ കാണേലേ? എനിക്ക് നിന്റെ അമ്മയൊന്ന് കാണണം. എന്റെ ബസ് വരാറായി, ഞാൻ പോട്ടെ. ഒന്നുമില്ല. ഹൈസ്കൂളിൽ ചേർന്ന പിന്നെ നീ സ്കൂളിൽ പോയില്ലല്ലേ? പക്ഷേ അമ്മയ്ക്ക് അസുഖം കൂടുതലാ. നീ വിഷമിക്കണ്ട, ഒക്കെ ശരിയാവും.
പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് തോന്നുന്നില്ല. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാലോ ഡോക്ടറെ? പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. ഓക്കെ, ഞാനേ പോയിട്ട് അജയനെ കൂട്ടിക്കൊണ്ടുവരാം. എടോ മെമ്പറെ, നമ്മുടെ ശ്മശാനത്തിന്റെ കാര്യം എന്താ? എന്നെ ആകാനാ, നടപ്പ് മാത്രം മിച്ചം. ഇത് വല്ല നാട്ടുകാരാ. നായ നടന്നിട്ട് കാര്യമില്ല, നായ്ക്കൊട്ടിരിക്കാൻ നേരവുമില്ല. ഏതായാലും നമ്മുടെ മെമ്പറല്ലേ, ഇത്രയ്ക്ക് കൊച്ചാക്കാതെ. ആക്കിയതല്ലേ? മനസ്സിലായി. താനൊക്കെ പഞ്ചായത്തിലോട്ടോ, ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ആ പത്രങ്ങി വന്നേ. ഓ, ഇവന്മാരിത് മോഡിഫിക്കും. കറണ്ട് ചാർജ് വർദ്ധിപ്പിച്ചു. ഇതിനൊന്നും ഒരു പ്രതിഷേധവും ഇല്ല. ഞാനിവിടെ ഒരു പൊതുശ്മശാനം കൊണ്ടുവരാൻ നോക്കിയപ്പോ ഇവിടെ എല്ലാവരും പ്രതിഷേധമായി. ചേട്ടാ, പത്രം തരുവോ? മെമ്പറെ, ആ പത്രം അങ്ങ് കൊടുക്കുക, പയ്യൻ പോട്ടെ. കൊണ്ടുപോ, ഇതൊരു പത്രം. ഒരു ദിവസം പത്രം കിട്ടിയില്ലേ എല്ലാവരും തെറി വിളിക്കാൻ തുടങ്ങും. പൈസ കിട്ടണ ഇവന്റെയൊക്കെ കാല് പിടിക്കണം. ആ, ഇതെന്നാടോ താൻ രാവിലെ? ആ, അജയൻ ഏത് റൂട്ടിലാ പോയത്? താൻ പണ്ടുപോയ റൂട്ടില്ല. ആ ചെറുക്കനെ കൊണ്ട് ഞാൻ തോറ്റു പോവുകയുള്ളൂ. എന്തായാലും പ്രശ്നം ഉണ്ടോടോ? അവന്റെ അമ്മയ്ക്ക് അസുഖം കൂടുതലാ. ആശുപത്രിയിലാണ്. ആശുപത്രിക്കാരൊക്കെ വീഴ്ച. ഇനി എപ്പോഴാണ് നോക്കിയാൽ മതി. ഉണ്ണിച്ചേട്ടോ, എന്നാടോ? ആ പത്രക്കാരൻ പയ്യൻ ഇതുവഴി വന്നു. അവൻ പോയല്ലോ. എന്നാ പ്രശ്നം? അവന്റെ അമ്മയ്ക്ക് അസുഖം കൂടുതലാ. ഓ, കഷ്ടം. അജയ, നിക്ക്. അജയ, നീ വേഗം വീട്ടിലേക്കല്ലേ, അമ്മയ്ക്ക് അസുഖം കൂടുതലാ. എന്നിട്ട് സൈക്കിൾ കൊണ്ട് വേഗം വീട്ടോട്ടേ. അജയ, കൊച്ചുമ്മ. ആരാധ, അജയൻകുട്ടിയോ? നീ എന്താ വല്ലാണ്ടിരിക്കുന്നേ? അമ്മയ്ക്ക് അസുഖം കൂടുതലാ, ഒരു നൂല് ചോദിച്ചു തരൂ. നീ വിഷമിക്കണ്ട, ഞാനിപ്പോ വരാം.
വന്ന കാലം നിക്കാണ്ട് കയറിയിരിക്കു കുട്ടിയെ. ഞാൻ തരുന്ന നൂല് അമ്മയുടെ വലത് കൈയിൽ കെട്ടുന്നവരെ ആരോടും മിണ്ടരുത് കേട്ടോ. എടാ പടം എങ്ങനെണ്ടാ? അത് പടം കൊള്ളത്തില്ല, പാട്ട് കൊള്ളാം. നിങ്ങൾ അറിഞ്ഞോ നമ്മുടെ അജയന്റെ അമ്മ മരിച്ചു? ആണോ? നീ അങ്ങോട്ടാണോ? എന്നാ ഞാൻ വരുവാ. എന്നാ നിങ്ങൾ വിട്ടോ, ഞാൻ പിന്നെ അങ്ങ് വന്നേക്കാം. രാഘവൻ തന്നോട് തേതഗഹം പ്രവേശിച്ചു.